ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഇസ്ലാം മതത്തിന്റെ സമാധാനം കാണുന്നത് നമ്മുടെ കേരളക്കരയിലാണ്. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രമാത്രം സമാധാനത്തിലാണ് ഈ മതവും മതവിശ്വാസികളും മതപ്രചാരണങ്ങളും ഒക്കെ പോകുന്നതെന്ന് നമുക്കറിയാം. ഇസ്ലാമിനെ വിമർശിച്ചു പോയാൽ എന്താണ് പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് നമ്മളിൽ ഒരുപാട് പേർ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും എത്രയോ പേർ അനുഭവിക്കാനിരിക്കുന്നു. നമ്മൾ അനുഭവിച്ചത്ര പ്രതിസന്ധികളും ജീവിത സന്ധാരണത്തിന്റെ തടസ്സങ്ങളും ഒന്നും ഇനി വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരരുത്. അതിനെ ഓവർകം ചെയ്യാൻ അവർ പഠിച്ചിരിക്കണം എന്ന് മാത്രമല്ല, വിശ്വാസികളുടെ ഈ മതതീവ്രവാദികളുടെ ഉപദ്രവം ഒരു പരിധിവരെ തടയിടുകയും വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പരിശ്രമിക്കുന്നത്. ഉപജീവന മാർഗം വഴിമുട്ടിക്കാനും, പള്ളിയിൽ കബറടക്കില്ല, മയ്യത്ത് ശവസംസ്കരണത്തിന് പള്ളിയിൽ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉമ്മാക്കി കാണിക്കലുണ്ടല്ലോ കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പൊ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു വിഭാഗം ആളുകൾ തയ്യാറായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമേ മതതീവ്രവാദമുള്ളൂ. അല്ല, ഇസ്ലാം എവിടെയുണ്ടോ അവിടെയെല്ലാം തീവ്രവാദവുമുണ്ട്. അവിടെ മനുഷ്യരെവിടെയുണ്ടോ അവിടെയെല്ലാം ഇതിന് ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം മനുഷ്യനാണ്, ചിന്തിക്കുന്നവരാണ്, അവരുടെ വിവരങ്ങൾ, അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഈ മതത്തിന്റെ എഫക്റ്റ്, ഒരു മതപണ്ഡിതൻ തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിച്ചത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പ്രസിഡന്റുമായ മുഹമ്മദ് തൗഹീദിയുടെ പ്രസംഗം ലോകമാണ്. ഓസ്ട്രേലിയയിലെ മുസ്ലിം മത പണ്ഡിതനും ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയയുടെ പ്രസിഡന്റുമായ മുഹമ്മദ് തൗഹീദിയുടെ പ്രസംഗം ലോകമാകെ വൈറലാകുന്നു. എന്റെ പിതാവ് 30 കൊല്ലം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. കുടിയേറാൻ കാരണം അന്ന് ഓസ്ട്രേലിയ മുസ്ലിങ്ങളില്ലാത്ത രാജ്യം എന്നതിനാലായിരുന്നു. എന്റെ പിതാവ് അന്നും ഇന്നും ഇമാമാണ്. എന്നാൽ എന്താണ് ഇന്ന് മുസ്ലിങ്ങൾ ഓസ്ട്രേലിയയിൽ കാണിക്കുന്നത്? പള്ളികൾ അനാവശ്യമായി പണിയുന്നു, ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്നു. ഓസ്ട്രേലിയയുടെ നിയമവും ജനാധിപത്യവും അവർ അംഗീകരിക്കുന്നില്ല. ഈ രാജ്യത്തിനെതിരായി ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നു. മുസ്ലിം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുന്നു. ഓസ്ട്രേലിയയിലെ മുസ്ലിം പഠനത്തിലുള്ള പുസ്തകങ്ങൾ നിരോധിക്കണമെന്നും മുസ്ലിങ്ങൾ ഈ രാജ്യം ഇങ്ങനെ നശിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഞാനും പിതാവും ഇങ്ങോട്ട് വരില്ലായിരുന്നുവെന്നും മുഹമ്മദ് തൗഹീദി പറഞ്ഞു. മുസ്ലിം മതഗ്രന്ഥമായ ബുഹാരി ഓസ്ട്രേലിയ ഉടൻ നിരോധിക്കണം. തീവ്രവാദമാണത്. അനവധി പുസ്തകങ്ങൾ ഭീകരവാദത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നു. അതെല്ലാം നിരോധിക്കണം. ഭീകരവാദവും ഒന്നിലധികം ഭാര്യമാരെയും വേണ്ടവരെ കങ്കാരുവിന്റെ പുറത്തു കയറ്റി അവർ വന്ന രാജ്യങ്ങളിലേക്ക് ഓടിക്കണം. മുസ്ലിം സമൂഹത്തിൽ വളരെയധികം സ്വാധീനവും പരിഷ്കാരവാദിയുമായ ഒരു ഷിയ മുസ്ലിമാണ് മുഹമ്മദ് തൗഹീദി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഇങ്ങനെ. മലയാള പരിഭാഷയ്ക്ക് ശേഷം ഇംഗ്ലീഷിലെ പ്രസംഗവും കേൾക്കാം. എന്റെ പിതാവ് ഒരു ഇമാമായിരുന്നു, ഇപ്പോഴുമാണ്. പിതാവിന്റെ തീരുമാനമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് വരിക എന്നുള്ളത്. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് വരുവാനുള്ള പ്രധാന കാരണം ഓസ്ട്രേലിയ ഒരു മുസ്ലിം രാജ്യമല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം പള്ളികളുണ്ടായി. ജനാധിപത്യത്തിനെതിരെ ശരിയായ നിയമം കൊണ്ടുവരുന്നു. ഇപ്രകാരം സംഭവിക്കും എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം വരില്ലായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ മതപരമായി ഒരു പുനർചിന്തനം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ചില പുസ്തകങ്ങൾ നിരോധിക്കപ്പെടണം. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഖുറാന് ശേഷം രണ്ടാമത് എന്ന് കരുതപ്പെടുന്ന പുസ്തകങ്ങൾ. എല്ലാ മുഖ്യധാരയിൽപ്പെട്ട മുസ്ലിങ്ങളും ഇപ്രകാരമുള്ള പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബുഖാരി എന്ന പുസ്തകം. ഈ പുസ്തകം മിക്കവാറും എല്ലാ മുസ്ലിമുകളുടെയും വീടുകളിലുണ്ട്. അവ ഖുറാന് തൊട്ടടുത്തായിട്ടാണ് വെക്കുന്നത്. തീവ്രവാദം പഠിപ്പിക്കുന്നത് പ്രധാനമായും ഈ പുസ്തകത്തിൽ നിന്നുമാണ്. ഈ പുസ്തകം ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ധാരാളമായി പ്രസിദ്ധീകരിക്കുകയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. തീവ്ര നിലപാടുകളുള്ള മുസ്ലിമുകൾ വിശ്വസിക്കുന്നത് സ്വയം ചാവേറായി മാറുന്നത് വഴി അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും മുഹമ്മദ് നബിയോടൊത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുമാണ്. എങ്ങനെയാണ് ഇപ്രകാരം ഒരു വിശ്വാസം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി സ്വർഗത്തിൽ ചായക്കട നടത്തുകയാണോ എന്നും എനിക്കറിയില്ല. സത്യമായും എനിക്കറിയില്ല. ഇതുകൂടാതെ മറ്റു പല വിശ്വാസങ്ങളും ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വർഗത്തിലെത്തിയാൽ 72 കന്യകമാരെ ലഭിക്കുമെന്നതാണ്. മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായും എതിർക്കുന്നത് പള്ളികൾ നിർമ്മിക്കുന്നതാണ്. ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. അഡ്ലൈഡിൽ ഒരു പഴയ പള്ളിയുണ്ട്. വീണ്ടും വീണ്ടും പള്ളികൾ നിർമ്മിക്കുന്നതിന് പകരമായി സെന്ററുകൾ നിർമ്മിക്കാവുന്നതാണ്. കൂടാതെ സർവകലാശാല തിയേറ്ററുകളും കമ്മ്യൂണിറ്റി സെന്ററുകളും നിർമ്മിക്കാം. പിന്നീട് തീവ്ര മുസ്ലിം വിഭാഗത്തിന്റെ കൈകളിൽ എത്തിപ്പെടുവാനായി വീണ്ടും വീണ്ടും പള്ളികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചിലർ യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിൽ പരാജയപ്പെടുന്നു. യുവാക്കൾ പള്ളികളിൽ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ ഇവരെ ബോട്ടുകളിൽ കയറ്റി ക്വീൻസ്ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നു, പ്രധാനമായും ISL ചേർക്കുന്നതിന് വേണ്ടി. ഞാൻ എപ്പോഴും ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷനായ ACOയോട് ഇമാമുമാരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അനധികൃതമായുള്ള പണത്തിന്റെ സ്രോതസ് കണ്ടുപിടിക്കാനും ആവശ്യപ്പെടാറുണ്ട്. ഇന്നത്തെ യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ഇമാമുമാർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ ഇവർ വെച്ചു പുലർത്തുന്നുണ്ടാവാം. ഇപ്പോൾ സ്ത്രീകളിൽ നടത്തുന്ന ചേലാകർമ്മവും ബാലവിവാഹവും എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ അടുത്ത കാലത്തായി ചില രാഷ്ട്രീയക്കാർ ഇസ്ലാമിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ജനങ്ങളോട് പറയുന്നത് ഇസ്ലാം എന്നാൽ അതിഭീകരമായ ഒരു മതം ആണെന്നാണ്. എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത്? ഞാൻ ഇത്തരം രാഷ്ട്രീയക്കാരെ എതിർക്കാറില്ല. എന്നാൽ ഞാൻ എന്റെ മതത്തിന്റെ പേരിൽ നടക്കുന്ന പോരായ്മകളെ പറ്റി ബോധവാനാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ സാമാന്യവൽക്കരിക്കുന്നതിനോട് ഞാൻ എതിരാണ്. കാരണം ഇവിടെ നല്ല മുസ്ലിങ്ങളും ഉണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രശ്നമാകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ഇതുവരെയും പറയാത്തതുമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പലസ്തീൻ ജൂതന്മാരുടെ രാജ്യമാണ്. യേശു ജൂതന്മാർക്ക് വേണ്ടി ജെറുസലേമിൽ വന്നു.
ഒരു സമയത്ത് ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകൾ തലമറയ്ക്കുന്ന സമ്പ്രദായം നിർത്തിയിരുന്നു. അവർ മുസ്ലിം രാജ്യങ്ങളിൽ പോകുമ്പോഴും തല മറച്ചിരുന്നില്ല. മറ്റു മനുഷ്യരെ ബഹുമാനിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഒരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയാണ്. നിങ്ങൾ നിങ്ങളുടെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അവർ നിങ്ങളെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ബഹുമാനിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തിന്റെ എംബസികൾ നമുക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളുമായുള്ള ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ വിദേശകാര്യമന്ത്രിയെ ബഹുമാനിച്ചില്ലെങ്കിൽ അത് ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ, ഇത് ഓസ്ട്രേലിയ. ഞങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ സാധിക്കുമെങ്കിൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന കങ്കാരുവിന്റെ പുറത്തു കയറി എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ പോകുക. 20 വർഷമായി ഞങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രധാന പുരോഹിതൻ ഞാൻ തീവ്രവാദത്തെ അപലപിക്കുന്നു ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ISIS തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. എന്നാൽ പ്രധാന പ്രശ്നം എന്തെന്നാൽ ഓസ്ട്രേലിയ ISISന് എതിരായി കർശന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെയുള്ള മുസ്ലിം സമൂഹം ISISന് എതിരെ അണിനിരക്കണം. അമേരിക്കയിലുള്ളവർ ISനെ എതിർക്കുമ്പോൾ അവർക്ക് നന്മകൾ നേരുകയല്ല വേണ്ടത്. അതല്ല വേണ്ടത്. നമ്മൾ ISISനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്തെന്നാൽ എന്ത് വളരെ കൃത്യമായിട്ടുള്ള വിശകലനമാണെന്ന് നോക്കിക്കുക അദ്ദേഹം നടത്തിയത്. മുസ്ലിങ്ങൾ ഇല്ലാതിരുന്ന ഓസ്ട്രേലിയയില് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പിതാവും എത്തുന്നു. പിന്നീട് ക്രമേണ കുറേയധികം വിശ്വാസികൾ കുടിയേറി പാർക്കുന്നു അവിടെ. പിന്നീട് ധാരാളം പള്ളികൾ. പിന്നീട് അവർ ISന്റെ തീവ്രവാദ ആശയങ്ങളോട് യോജിക്കുകയും ധാരാളം പള്ളികൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ വിശകലനം വളരെ കൃത്യമാണ്. ഇപ്പോ ISISനെ അമേരിക്ക എതിർക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആശംസ പറയുകയല്ല വേണ്ടത്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ തീവ്രവാദ ആശയത്തെ എതിർക്കാൻ സാധിക്കാത്തത്? തന്നെയുമല്ല, ഇസ്ലാമിലെ തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കണ്ടുകെട്ടണം, നിരോധിക്കണം. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനും, നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ ശത്രുവുമായി മാറുന്നു. പറയുന്നത് ഒരേ ആശയം, ഒരേ വിഷയം. മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങൾ ഉണ്ടാകും, അവരെ സാമാന്യവൽക്കരിക്കണ്ട, ഒക്കെ എല്ലാം ശരി തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ മുഹമ്മദ് നബിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയും മുഹമ്മദ് നബിയുടെ കൂടെ ഒന്ന് കിടക്കുന്നതിന് വേണ്ടിയും മുഹമ്മദ് നബിയുടെ കൂടെ ഒന്ന് ഇരിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ അദ്ദേഹം ചോദിച്ചാൽ എന്ത് കൃത്യമാണ്? മുഹമ്മദ് നബി എന്താ സ്വർഗത്തില് ഹൂറികളും ഒക്കെ ആയിട്ട് ആടിപ്പാടി നടന്നിട്ടുള്ള ചായക്കട നടത്തുവാണോ? ശരിയല്ല. അതോ 7 സ്റ്റാർ ഹോട്ടലിലെ സ്വീപ്പറാണോ? നമുക്കാണ് അതിന്റെ ആവശ്യം. തീവ്രവാദത്തിനെ എതിർത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിനെയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ കാപ്പട്യമുള്ളവർ അല്ല എങ്കിൽ നിങ്ങളുടെ ശബ്ദമുയർത്തും. നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ എങ്ങനെയാണ് തിരുത്തുക? ഒന്നാമതായി, വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നതും പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ പുസ്തകങ്ങൾ പ്രസാധകരെ കൊണ്ട് തന്നെ തിരികെ എടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. ഇപ്രകാരം ചെയ്താൽ പുസ്തകങ്ങൾ കത്തിച്ചു കളയുക എന്നിവ പോലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാം. രണ്ടാമതായി, എല്ലാ മത നേതാക്കളുടെയും നീക്കങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വഴി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ അറബി ഭാഷയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അവർ രഹസ്യമായ ക്ലാസുകൾ എടുക്കാറുണ്ടോ? അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, എത്ര ഭാര്യമാരുണ്ട്, ഇവയെല്ലാം നിരീക്ഷിക്കുക. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട്. അത് എത്രമാത്രം അപകടകരമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകിൽ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുക, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിയമം അനുസരിക്കുക വളരെ കൃത്യമാണ്. കരിപ്പോ ഹിജാബിന്റെ വിഷയം തന്നെ വന്നപ്പോൾ കണ്ടില്ലേ, ഒരു സ്ഥാപനത്തിന്റെ നിയമം, ഒരു രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതിനോട് തന്നെയാണ് നമ്മളും വിയോജിക്കുന്നത്. ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഇവർ ഇവിടെ തീവ്രവാദ ആശയങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ചെറുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാനടങ്ങുന്ന മതേതര വിശ്വാസികൾ ചെയ്യുന്നത്. നന്ദി.